അമ്മേ ഭയങ്കര നടുവേദന, വല്ലാത്ത കഴുത്തുവേദന എന്നീ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞുപോയ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ അലട്ടുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, അല്ലെങ്കിൽ ഒരുപാട് ചികിത്സകൾ എടുത്തു നോക്കി, പക്ഷേ ഇത് മാറുന്നില്ല, പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? സർജറി ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? ചെയ്യരുത്. നിങ്ങളുടെ കാശ് ലാഭിക്കാൻ സർജറി ഇല്ലാതെ, വേദന ഇല്ലാതെ ഒരു നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗം കഴിഞ്ഞുപോയി എത്രയോ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സർവീസ് ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ചികിത്സ വിജയ് ആൻസിയിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്താണ് വിജയ് ആൻസി ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ അറിയണ്ടേ? ബൈ. ഇവരുടെ ഈ നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ഒക്കെ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി. ഗംഭീര സാധനമാണ്, അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ വേദന എന്നേക്കുമായിട്ടില്ലാതാക്കും. പലപ്പോഴും ഈ നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മുടെ ഈ നട്ടലിൻ്റെ ഡിസ്കുകളുണ്ടല്ലോ, 33 ഡിസ്കുകൾ, ഇതിനിടയിൽ തലയിണ പോലെ ഇരിക്കുന്നൊരു കുഞ്ഞി ഡിസ്ക് ഭാഗമുണ്ട്. അത് പുറത്തേക്ക് തള്ളി വരുന്നിടത്താണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഇവർ സർജറി ഒഴിവാക്കി ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇവർ നമ്മുടെ ഈ മെഡിക്കൽ പല ടീമുകളും ചെയ്യുന്ന പോലെ ഇതിനെ കട്ട് ചെയ്ത് കളയല്ല, പകരം വളരെ പണ്ട് മുതലേ നമ്മുടെയൊക്കെ ഈ പാരമ്പര്യ ചികിത്സ, കളരി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡിസ്കുകളെ അകത്തിയിട്ട് ഇതിനെ ഉള്ളിലേക്ക് കയറ്റി കറക്റ്റ് നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നോ, നട്ടൽ എങ്ങനെയായിരുന്നോ അങ്ങനെ ചെയ്യില്ലേ, അതിൻ്റെ അഡ്വാൻസ്ഡ് മെഡിക്കൽ രീതിയിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ചെയ്യുന്നത്. ഞാനത് പറഞ്ഞു നിൽക്കുന്നില്ല, നമുക്ക് വിശദമായിട്ട് കാണാം. ബൈ. ഇത്രയും പേരെന്തിനാണ് ഇവിടെ കൂടിയെന്നറിയോ? നമുക്കറിയാം, നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന എന്നൊക്കെ പറയുന്നതിന് സർജറി എന്നൊരു ഓപ്ഷനാണ് പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കാറ്. ഭയങ്കര പൈസയാണ്, 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തുക ഇങ്ങനെ മാറി പോകും. പക്ഷേ ഇവിടെ വളരെ ചെറിയ, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തുകയ്ക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനൊരു നൂതന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതിയുണ്ട്, സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി. എന്താണത് എന്നുള്ളതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇക്കഴിഞ്ഞു പോയ വർഷങ്ങളിടയിൽ 10,000-ലധികം പേരാണ് സർജറി ഇല്ലാതെ പൂർണ്ണമായിട്ട് ഇവിടെ ചികിത്സ നടത്തി മടങ്ങിയത്. അവരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളത് അറിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഒരു തരത്തിൽ ഇവർ ചെയ്യുന്നതൊരു സർവീസ് കൂടിയാണ് നമ്മുടെ സൊസൈറ്റിക്ക്. ഇനി ഇതിൽ തന്നെ മറ്റൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സർജറി നമ്മൾ പറഞ്ഞു, അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഇവർ ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിന് മുകളിൽ മറ്റൊന്നുള്ളത്, ഒരു സർജറി ആകുമ്പോൾ അതിന് അനസ്തീഷ്യ വേണം, അതിൻ്റെ റിക്കവറി ടൈം വേണം. ഇവിടെ അതൊന്നുമില്ല. മാത്രമല്ല വേദന ഇല്ലെന്നേ, അതെന്നെ വളരെയേറെ ഞെട്ടിച്ചൊന്നാണ്, ചിന്തിപ്പിച്ചൊന്നാണ്. വേദന ഇല്ലാത്ത, വേദനരഹിതമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമുക്ക് ആ ഒരു ലൈഫ് ലോങ് ഒരു പക്ഷേ കൂടെ ഉണ്ടാകാവുന്ന, ചിലപ്പോൾ നമ്മളെ വീൽ ചെയറിലാക്കിയേക്കാവുന്നൊരു വലിയ രോഗാവസ്ഥയെ ഇവർ വളരെ വിജയകരമായിട്ട് മാറ്റിയെടുക്കുന്നത്. ഒന്നുകൂടിയുണ്ട് പറയാൻ, ഒരു സർജറി ചെയ്താൽ ഒരു പക്ഷേ അതൊരു 25% 35% ഒക്കെയാണ് അതിൻ്റെ ഒരു സക്സസ് റേറ്റ്. പക്ഷേ ഇവർക്കുണ്ടല്ലോ 85% ആണ് സക്സസ് റേറ്റ്. അതൊരുപാട് കൂടുതലാണ്. ഇതൊരു പുതുതായി കണ്ടുപിടിച്ചൊരു ചികിത്സാ രീതിയൊന്നുമല്ല. ഒരുപാട് രാജ്യങ്ങളിൽ ഒത്തിരിയേറെ ഓത്തൻറ്റിക്കായിട്ട് നടത്തപ്പെടുന്ന, ഒരുപാട് ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാനായ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന സർജറി ഇല്ലാത്ത ഒന്നാണ്. ഇനി ഈ സർജറിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സർജറിയിലൂടെ പോയി വെച്ചോളൂ, ഒരു 6 മാസമെങ്കിലും റിക്കവറി ടൈം വേണ്ടി വരും അല്ലേ? പക്ഷേ ഇവരുടെ ട്രീറ്റ്മെൻറ്റിന് ഈ റിക്കവറി ടൈം എന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല. ഒരു 20 സിറ്റിംഗ്, അത് കഴിഞ്ഞ് 2 ആഴ്ചയിലെ വിശ്രമം കഴിഞ്ഞു. ഈ 20 സിറ്റിംഗ് തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ടൈമിനനുസരിച്ച് ക്രോഡീകരിച്ചെടുക്കാൻ ഇവർക്ക് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരിപ്പോൾ വലിയൊരു ബിസിനസ്സായിട്ട് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡെയിലി പണിക്ക് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ്, നമുക്ക് ഒരുപാട് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് അവരത് ഷെഡ്യൂൾ ചെയ്ത് തരും എന്ന് പറയുന്നൊരു വലിയ പ്ലസ് ഉണ്ട്. പിന്നെ ഇവരുടെ മെഷീൻ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഇവർ വഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഓതൻറ്റിസിറ്റിക്ക് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇവരാണ് ദ വെരി ഫസ്റ്റ് ടീം. അതുകൊണ്ട് തന്നെ ഇവരുടെ മെഷീനും ഒക്കെ അത്രയും കോസ്റ്റ്ലിയാണ്. മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് നമുക്ക് ഉറപ്പ് തരുന്ന മെഷീൻസാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഞാൻ ഇനി പറയാനിരിക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിച്ചെന്ന് വരും. ഈ കൈറോപാറ്റിക്, അതുപോലെ സാധാരണ ഫിസിയോതെറാപ്പി, ഇതൊന്നും തന്നെ നിങ്ങളുടെ നടുവേദന മാറ്റിത്തരാൻ പോകുന്നില്ല. ആയുർവേദം പോലും പ്രോപ്പറായിട്ട് നിങ്ങളുടെ നടുവേദന ഈ പറഞ്ഞ അവസ്ഥയിലാണ് നിങ്ങളുടെ നടുവേദന ഉള്ളെങ്കിലും മാറ്റത്തില്ല. നീർക്കെട്ടൊക്കെ ചിലപ്പോൾ മാറിയെന്ന് വരും. അതല്ലാണ്ട് സ്ഥായിയായി ഒരു പെർമനൻറ്റ് സൊല്യൂഷനോടുകൂടി നിങ്ങളുടെ നടുവേദനയെ, കഴുത്തുവേദനയൊക്കെ മാറ്റിത്തരാൻ ആയുർവേദത്തിന് പറ്റില്ല. നിങ്ങൾ ഏത് വിദഗ്ധരോടോ ചോദിച്ചു നോക്കൂ. അവിടെയാണ് ഇവരുടെ ഈ പറഞ്ഞ പോലെ ഈ ചികിത്സാ രീതി എത്രമാത്രം ഹെൽപ്ഫുള്ളാണ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഇനി ഈ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ചികിത്സയിലും ഫിസിയോതെറാപ്പി ഉണ്ട്. പക്ഷേ അത് കൃത്യമായി എവിടെയാണോ ചെയ്യേണ്ടത്, ഏത് തരത്തിലാണോ ഇടപെടൽ ഉണ്ടാകേണ്ടത്, ആ രീതിയിലാണ് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്.
ഈ ഇവരുടെ മെഷീൻ്റെ കാര്യം കൂടി നമുക്ക് പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സർജറി ഇല്ലാത്തതാണ്, 2 ഡിസ്കുകൾക്കിടയിൽ തലയണ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിനെ തിരികെ കയറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഓത്തൻറ്റിക്കാണ്. ഏറ്റവും നന്നായി ഇതിനെക്കുറിച്ച് വിദഗ്ധമായിട്ട് പഠിച്ച ഡോക്ടർമാരാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും. പിന്നെ ഇവർക്കൊരു കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരികയാണെന്ന് വെച്ചോളൂ. ഇനി അടുത്ത് എനിക്ക് സംഭവിക്കാനിരിക്കുന്നത്, ഡോക്ടർ എന്നെ എക്സാമിൻ ചെയ്യും. ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് എൻ്റെ ശരീരത്തിനകത്തെ പ്രശ്നങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾക്കകത്ത് ഇവരിടപെടണം, അതുപോലെ എൻ്റെ ശരീരത്തിനകത്ത് എത്ര ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെ തരത്തിൽ ചെയ്യണം. ഇവർക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, മറ്റൊരുപാട് കമ്പൈൻഡ് ആയിട്ടുള്ള സംഗതികൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതെല്ലാം വെച്ച് ഇവരൊരു റിസൾട്ട് ഉണ്ടാക്കും. ഈ ആൾക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. എന്നിട്ട് ഇവർ സിറ്റിംഗ് പ്ലാൻ ചെയ്യും. ചിലപ്പോൾ എനിക്കൊരു 15 സിറ്റിങ്ങിൽ ശരിയാവും, അല്ലെങ്കിൽ ഒരു 20 സിറ്റിങ്ങിൽ ശരിയാവും. 2 തന്നെയാണെങ്കിലും വാക്കതാണ്, ഇത് ശരിയാകും. ഈ മേഖലയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള, ഇത്രമേൽ പേഷ്യൻസിനെ ഈ കൈകളിലൂടെ ഒരുപാട് ജീവിതത്തിലേക്ക് മടക്കി വരാനുള്ള ഒരു ആവേശമായൊരു മഹാമനുഷ്യനാണ് ഇവിടുത്തെ ഡോക്ടർമാരിൽ പ്രമുഖൻ. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ശശികുമാർ സാർ. ഒരുപാട് സന്തോഷം സാറേ. ഒരുപാട് നാളെ ഞാൻ കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ചികിത്സയിലിടയിൽ തന്നെ വരാൻ പറ്റി, ഇതൊക്കെ കാണാൻ പറ്റി എന്ന് പറയുന്ന സന്തോഷമാണ്. അപ്പോൾ ചേച്ചിയുടെ അനുവാദത്തോടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, എനിക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ കാണുന്ന മെഷീൻ നിങ്ങളുടെ ഈ സ്ഥാപനത്തിലാണ് ഉള്ളത്. ഇത്രയും മാത്രം ഔട്ട്കം വരുന്ന, അല്ലെങ്കിൽ ഇത്രയും മാത്രം റിസൾട്ട് വരുന്ന ഈ ഒരു മെഷീൻ, നമുക്ക് ആദ്യം ഈ ട്രീറ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങാം. എന്താണ് ഈ നടുവേദന, കഴുത്തുവേദനയൊക്കെ പോലെയുള്ളതിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാനായ സർജറി ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? നടുവേദന എന്ന് പറയുന്നത് വളരെ സാധാരണമാണ്. ഒരു ചെറിയ ബാക്ക് പെയിൻ തൊട്ട് വളരെ ഗുരുതരമായ അവസ്ഥ വരെ വരുന്ന രോഗികളുണ്ട് ഇവിടെ. കറക്റ്റ്. അവരുടെ പ്രായവും ചെറുപ്രായത്തിൽ നിന്ന് തൊട്ട് ഒരു 60-65 വയസ്സ് വരെയുള്ള ആളുകൾ വരുന്നുണ്ട്. അതിലും കൂടുതലും വരുന്നുണ്ട്. മനസ്സിലായി. ഈ രോഗത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, പലരും ഒരു ജോലി അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതം ഇതിനകത്ത് നിന്നൊക്കെ ഒത്തിരി മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവരുടെ സാമ്പത്തിക ഭദ്രതയെല്ലാം അത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാനായത് ഏറ്റവും വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇത് നമ്മുടെ കുടുംബത്തിലെ ഒരു വലിയ ഭാഗം സ്വത്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയാൽ, നടുവേദന, കഴുത്തുവേദന എന്നൊക്കെ പറയുന്നത് ചെറിയ അസുഖത്തിൽ തുടങ്ങുന്നതാണ്. പിന്നീട് ഒരു വലിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. 2, നമുക്കുണ്ടാകുന്നൊരു മെൻ്റൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് മാറുന്നില്ലല്ലോ ഇത്രയും ചികിത്സിച്ചിട്ടും. ഇതൊരു അറ്റ് എ സ്ട്രെച്ച് നിങ്ങൾക്ക് പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായത്. ഈ മെഷീൻ്റെ പ്രത്യേകതകൾ എന്താണ് ഡോക്ടർ? ഈ മെഷീൻ നമ്മുടെ സ്പൈനൽ ഡീകംപ്രഷൻ മെഷീൻ, അതിന് മെയിൻ ആ ഡീകംപ്രഷൻ എന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. ആ ഡീകംപ്രഷൻ മെഷീൻ നമ്മുടെ ഇവിടുത്തെ മെഷീൻ ബാക്കിയുള്ള മെഷീൻ വളരെ വ്യത്യസ്തമാണ്. ഇത് അഡ്വാൻസ് നോൺ സർജിക്കൽ നോൺ ഇൻവേസീവ് ടെക്നിക്ക് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, രോഗിയുടെ ആ വേദനയുള്ള ആ കശേരുക്കളിൽ ആ ഡിസ്കിൽ സമ്മർദ്ദത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നു. മനസ്സിലായി. അതായത് അനാവശ്യമായിട്ടുള്ള ഏരിയയിലേക്ക് പ്രഷർ പോകുന്നില്ല. നമ്മൾ കൃത്യം ഇപ്പോൾ ഫിറോസ് കാണുന്ന പോലെ കമ്പ്യൂട്ടർ അത് സർവ്വസമയവും ഒരാൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. അത് എവിടെയാണ് ആ ഡിസ്കിന്റെ പ്രശ്നം, ആ പ്രശ്നമുള്ള ഭാഗത്ത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് വേദനയുള്ളതാണോ? ഒട്ടുമേ വേദനയില്ല. അതെ, എന്നെ അതിശയിപ്പിച്ചു ഡോക്ടറെ. എന്നെ അത് ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു കേട്ടോ. കാരണം ഈ പറഞ്ഞ നടുവേദനയുമായിട്ട് വരുന്ന ആൾക്കാർ, സർജറി ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇച്ചിരി വേദന സഹിക്കേണ്ടി വരും. പക്ഷെ ഇതിന് ഒരു തരത്തിലുള്ള വേദനയും ഇല്ല. അതിന്റെ റീസൺ എന്താണ്? എന്തുകൊണ്ട് വേദന ഉണ്ടാവും? വേദന ഉണ്ടാവാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ നമ്മൾ മറ്റേ ട്രാക്ഷനിലേക്കൊന്ന് പറയേണ്ടി വരും. പരമ്പരാഗതമായിട്ടുള്ള ട്രാക്ഷൻ മെക്കാനിസം ഉണ്ട്. നമ്മൾ ഫിറോസിനൊക്കെ ഓർമ്മയുണ്ടാവും, പണ്ടേ നമ്മുടെ സിനിമയിൽ വരെ ഈ ജഗതിയൊക്കെ കാല് കെട്ടി അതാണ് നമ്മുടെ ഒരു നടുവേദനയ്ക്കുള്ള ഒരു പരമ്പരാഗത ചികിത്സാ സങ്കല്പം. അതാണ് അത്. ശരിക്കും ആ രോഗിയെ ആ കട്ടിലിൽ കടത്തുന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ചില സ്പൈൻ, ഈ 2 ഡിസ്കിന്റെ ഇടയിൽ നമ്മളൊരു സമ്മർദ്ദം കുറയ്ക്കാൻ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വലിവ് വളരെ നമ്മൾ വിചാരിച്ചേക്കാളും ശക്തമായ രീതിയിൽ വേണം. മനസ്സിലായി. അത് നമ്മൾ ഒരിക്കലും ആ രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറിയിട്ട് പിന്നെ ആ ട്രാക്ഷൻ മെക്കനൈസ്ഡ് ട്രാക്ഷനായി. മെക്കനൈസ്ഡ് ട്രാക്ഷൻ വെച്ചാൽ അത് ചെറിയ മോണിറ്റർ വെച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് മെക്കനൈസ്ഡ് ട്രാക്ഷനായി. കുറച്ചുകൂടി അക്യുറേറ്റ് ആയി എന്നല്ല, കുറച്ചും കൂടി ഈ രോഗി ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഇളകി കിടത്തുന്നതിന് പകരം
ഒരു സെഷനായിട്ട് പോയാൽ മതി എന്നുള്ള രീതിയായി. എന്നാലും അവിടെ ഏറ്റവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഈ രണ്ട് കശേരുക്കളുടെ ഇടയിലുള്ളൊരു മർദ്ദമുണ്ട്. ആ ഇൻട്രാ ഡിസ്കൽ മർദ്ദം എന്ന് പറയും. ആ ഇൻട്രാ ഡിസ്കൽ മർദ്ദം ഒരിക്കലും നമുക്ക് ഈ രീതിയിലൊന്നും കുറയ്ക്കാൻ സാധിക്കില്ല. ഇൻട്രാ ഡിസ്കൽ പ്രഷർ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു -160 മില്ലിമീറ്റർ സമ്മർദ്ദമാണ്. അത് നമ്മളുടെ ഈ മെഷീനിലല്ലാതെ വേറെ ഒരു മെഷീനിലും നമുക്ക് ലഭിക്കുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ മെഷീനൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ഈ ചികിത്സയൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഈ ഒരൊറ്റ മെഷീൻ ഇത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ഇവിടെയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചതും ഇതിൻ്റെ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തണമെന്ന് എന്നെ തോന്നിപ്പിച്ചതും അതാണ്. ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ടാവാം, അവിടെയൊക്കെ മെഷീൻസ് ഉണ്ടാവും, പക്ഷേ ആ മെഷീൻസ് ഈ മെഷീനല്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് അല്ല. ശരി, ഇനി പലപ്പോഴും നമ്മളിപ്പോൾ മുക്കിന് ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി സെൻ്ററുകളുണ്ട്. പലപ്പോഴും നടുവേദനയ്ക്കും അതുപോലെ പിന്നെ മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ പോകാറുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഈ കഴുത്തുവേദനയ്ക്കും നടുവേദനയ്ക്കും ഒരുപാട് പേര് ഫിസിയോതെറാപ്പി പരിശോധിച്ച് നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫിറോസ് പറഞ്ഞപ്പോൾ വളരെ വാസ്തവമാണ്. നമുക്ക് ഇവിടെ ഫിറോസ് ഒരു ആക്റ്റീവ് ഡേയിൽ വരുന്ന സമയത്ത് നോക്കുമ്പോൾ വീൽ ചെയറിലൊക്കെയാണ് പേഷ്യൻ്റ് വരുന്നത്. ശരിക്കും വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് നമുക്കിവിടെ പല പേഷ്യൻസും. ഏറ്റവും ചെറിയൊരു വേദന തൊട്ട് വളരെ കടുത്ത വേദന വരെ. ചില അവർ ഇവിടെ എത്തുന്നത് ഒരുവിധം എല്ലാ ചികിത്സാ രീതിയും പരീക്ഷിച്ചതിന് ശേഷമാണ്. അവർക്ക് അടുത്തത് സർജറി മാത്രമേ ഉള്ളൂ. സർജറിയിലേക്ക് പോകാൻ താല്പര്യമില്ല. അല്ലെ സർജറിയുടെ അവർ കോംപ്ലിക്കേഷനെ പറ്റി അവർക്ക് ബോധവാന്മാരാണ്. അല്ലെങ്കിൽ അവർക്ക് സർജറിയിൽ പോകാൻ പറ്റാത്ത അസുഖങ്ങളുണ്ടാവും. വേറെ ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഈവൻ ഒരു സർജറി കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് പോലും ഉണ്ട്. സർജറി കഴിഞ്ഞാൽ അത് ഫെയിലായിട്ട് വരുന്ന മനസ്സിലായി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആൾക്കാരിലേക്ക് അവയർനെസ് എത്താൻ കുറച്ച് ലേറ്റ് ആകുന്നു എന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനൊരു ചികിത്സാ രീതിയെക്കുറിച്ച്? അത് പൊതുവെ ഈ നടുവേദനയുടെ ഒരു പ്രത്യേകതയാണ്. നടുവേദന നമ്മൾ എല്ലാവരും ആദ്യം സ്വയമേ ചികിത്സിക്കാൻ അത് ഒരു പരിധി വരെ അത് കുറച്ച് നാൾ അങ്ങനെ തന്നെ 1-2 കൊല്ലം പോകുന്നവരുണ്ട്. അത് കഴിഞ്ഞാണ് പതുക്കെ ഡോക്ടറെ കാണാൻ തുടങ്ങുന്നത്. ആ ഡോക്ടറെ കാണാൻ തുടങ്ങിയിട്ട് ഒരു ഡോക്ടറെ കാണാൻ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയും. പല നമ്മളൊരു കടയിൽ പോകുന്നതിൽ പല കടകളിൽ പോകുന്ന പോലെ തന്നെ പല ഡോക്ടർമാരെ കാണും. അതിൻ്റെ കൂടെ ആയുർവേദം ചെയ്യും. ഹോമിയോ അധികം ചെയ്ത് കണ്ടില്ല, അതിൻ്റെ ആയുർവേദം ചെയ്യും. പലതും ട്രൈ ചെയ്ത് ഒരു ഫലപ്രാപ്തി വരാതാകുമ്പോഴാണ് ഒരു അടുത്ത ലെവലിലേക്ക് പറ്റി ചിന്തിക്കുന്നത്. മനസ്സിലായി. എൻ്റെ അറിവനുസരിച്ച് എനിക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളൊരു സർജറി ചെയ്യുകയാണ്, അതിനൊരു 25 to 30% ഒക്കെയാണ് അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. 50% വരെ പറയാം. പക്ഷേ ഇവിടെ നമുക്കൊരു 85 എബോവ് സക്സസ് റേറ്റ് പറയുന്നുണ്ട് ഈ മെഷീനകത്ത് നമ്മൾ നടുവേദനയുടെ കാര്യത്തിലേക്ക് പോയാൽ. അത് എത്രമാത്രം വാസ്തവമാണ് ഡോക്ടർ? അത് ഒരു നല്ല ശതമാനം വാസ്തവം തന്നെയാണ്. വെച്ചാൽ നമ്മൾ ഒരു പേഷ്യൻ്റ് 100% നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഞാൻ വരുന്ന പേഷ്യൻറ്റിനോടൊക്കെ നമ്മളിവിടെ ശരിക്കും 70 to 80% വാഗ്ദാനം ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഒരു ചികിത്സ കഴിഞ്ഞ്, ഞാനിപ്പോഴും എൻ്റെ പേഴ്സണലി നോട്ട് ചെയ്യുന്ന ഒരു ചികിത്സ കഴിഞ്ഞ് അത് കുറഞ്ഞില്ല എന്ന് തിരിച്ചു വന്ന് പറയുന്നൊരു വളരെ അപൂർവമാണ്. മനസ്സിലായി. അത് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളായിരിക്കും. അല്ലാതെ ഒരു 90-95% മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരോടും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഒക്കെ അറിയിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ഭയങ്കര അവസ്ഥയാണത്. ഈ നടുവേദന, കഴുത്തുവേദന ഇത് മാറുന്നില്ല എന്നൊക്കെ പറയുന്നതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ IT പ്രൊഫഷണൽസ് നമ്മൾ സിസ്റ്റത്തിൽ കൂടുതലായിട്ടൊക്കെ ഇരിക്കേണ്ടി വരിക. ഞങ്ങളെപ്പോലുള്ള റേഡിയോ മീഡിയ പ്രവർത്തകരൊക്കെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവേഴ്സ്, എന്തിനും വീട്ടമ്മമാരൊക്കെ പോലെയുള്ള കുറേ ട്രാവൽ ചെയ്യുന്നു. അതാണ് അത് ഞാൻ നോക്കി. 2 വീലർ, അമിതമായ 2 വീലറിന്റെ ഉപയോഗം, അത് ഇതിന് വലിയ ഇതില് ഇവർ അവതരിപ്പിക്കുന്ന ഒരു നൂതനമായിട്ടുള്ള രീതിയുണ്ട്. അതൊരു കമ്പൈൻഡ് ചികിത്സാ രീതിയാണ്. അതായത് നമ്മളിവിടെ വരുന്നു, നടുവേദനയായിട്ട് വരുന്നു, ശരി നടുവേദന ചികിത്സിച്ചേക്കാം, വീട്ടിൽ പോയേക്കാം, ആ പരിപാടി അല്ല ഇവർക്ക്. ഇവർ ആ രോഗിയെ സ്ക്രീൻ ചെയ്ത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കമ്പൈൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒരു രോഗി നമ്മളിവിടെ വന്നാൽ ശരിക്കും ഇത് ഒരു ടീം അപ്രോച്ചാണ്. ഞാൻ എപ്പോഴും നടുവേദന ഒരാൾ മാത്രമായിട്ട് ചികിത്സിക്കുമ്പോഴാണ് പലപ്പം പ്രശ്നം വരിക. അങ്ങനെ ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ. ഇവിടെ ഫസ്റ്റ് തന്നെ അവൻ്റെ കൗൺസിലിംഗ് നമ്മുടെ മാഡം തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ പ്രേമ മാഡം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കൗൺസിലിംഗ് പാർട്ട് ഫസ്റ്റ് ചെയ്യും. മാഡത്തിന് ഇൻ ബിറ്റ്വീൻ തന്നെ മാഡം ഓൾസോ ഒരു സ്പെഷ്യലിസ്റ്റ്. മാഡം തന്നെ ആ കൗൺസിലിംഗ് ഭാഗം മാഡം നോക്കുന്നുണ്ട്.
പിന്നെ ഫ്രണ്ട് ഓഫീസും അവർക്ക് ഇതിൻ്റെ എല്ലാ ആസ്പെക്റ്റും അറിയാം, വർഷങ്ങളായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഡോക്ടർമാരൊരു പാനൽ തന്നെയുണ്ട്. ഞാൻ ഉൾപ്പെടെ 6-7 ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. അവർ ഒരു പാനൽ തന്നെയുണ്ട്. അവരെല്ലാവരും ഇതിനകത്ത് വൈദഗ്ധ്യം സിദ്ധിച്ചവരാണ്. ഇത് ശരിക്കും നമ്മുടെ ഒരു ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റാണ് ഫിസിയോതെറാപ്പി. ഫിസിക്കൽ മെഡിസിനും ഫിസിയോതെറാപ്പിയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇവിടെ നടക്കുന്നത്. ചില രോഗി വന്നു കഴിഞ്ഞാൽ രോഗിയുടെ രോഗനിർണയം, രോഗാവസ്ഥ, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇൻവെസ്റ്റിഗേഷൻസ്. അത് ഇൻവെസ്റ്റിഗേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് രോഗിയുടെ ഈ അപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് എക്സ്റേ, MRI, CT ഇത്രയോ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഡെക്സാ സ്കാനും, പ്രായം കൂടിയ ആളാണെങ്കിൽ ഡെക്സാ സ്കാൻ. കഴിവതും ആ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിൽ നമ്മൾ മിനിമം ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള എന്തായാലും ചെയ്തേ പറ്റില്ല. പക്ഷേ മിനിമം ആയിട്ടാണ് ചില കുറേ ഇൻവെസ്റ്റിഗേഷൻ അവരെ കയ്യിൽ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല കുറേ ഡോക്ടർമാരെ വരുന്നത്. ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ കയ്യിലുള്ള കടലാസിൽ ആദ്യം എടുത്ത് കാണിക്കാൻ പറയുമ്പോൾ അതിനകത്ത് തന്നെ മിക്കവാറും ആവശ്യമുള്ള ഒരു ബേസ് ലൈൻ എല്ലാം കാണും. പിന്നെ അവർ പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്യിക്കേണ്ട കാര്യമല്ലോ. ഒരു എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഒരു അടുക്കടുക്കായിട്ടാണ് വരുന്നത്. ഒരു ലാസ്റ്റ് റിസോർട്ട് പോലെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കാണും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ കമ്പൈൻ ട്രീറ്റ്മെന്റിനകത്ത് ലേസർ തെറാപ്പി ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലേ, എന്താണ് നമ്മൾ അതിൽ ചെയ്യുന്നത്? അത് ശരിക്കും നമ്മുടെ മെയിൻ ട്രീറ്റ്മെന്റ് റൂം എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ നമ്മുടെ ഈ സ്പൈനൽ ഡീകംപ്രഷൻ മെഷീൻ ഇരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ നേരത്തെ എന്നോട് ഫിറോസ് ചോദിച്ച പോലെ ന്യൂറോമസ്കുലർ സ്റ്റിമുലേഷൻ, ലേസർ തെറാപ്പി കൂടെ ഉണ്ട്. അതുകൂടി നിങ്ങളുടെ 4 മെഷീൻസും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു രോഗിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രം അല്ലേ, അത് നിങ്ങളുടെ ഒരു വലിയ പ്ലസ് ആണ്. അത് നമ്മളിപ്പോൾ ഇത് വർഷങ്ങളായിട്ടുള്ള ഈ ഞരമ്പ് ഞെരുക്കമൊക്കെ ആകുമ്പോൾ അതിന്റെ കോശങ്ങൾക്ക് കാര്യമായ ക്ഷതം സംഭവിച്ചു കാണും, അവിടെ നീർവീക്കം ഉണ്ടായി കാണും. പിന്നെ നമ്മുടെ ഈ മെഷീനിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ കറക്റ്റായിട്ട് ആ പോയിന്റിൽ ആ ഇൻട്രാ ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു സാധനം വണ്ടി ഡിസ്ക് പോലെ തന്നെയാണ്. 2 കശേരുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ പ്രഷർ നമ്മൾ നല്ലോണം ക്രമീകരിച്ച് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും, അവിടെയുള്ള കംപ്രഷൻ പോയിട്ട് ഡീകംപ്രഷൻ ആവും. മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് കൂടുതൽ ഓക്സിജൻ വരാനും കൂടുതൽ ജലാംശം വരാനും കൂടുതൽ പോസിബിലിറ്റീസ് കൂടുകയാണ്. എന്നിട്ടും ബാക്കിയായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും നീർക്കെട്ടോ നീർവീക്കമോ കോശത്തിനുള്ള ദോഷമോ മാറ്റാനാണ് ലേസറും. എനിക്ക് മനസ്സിലാക്കാനായത് ഈ പറഞ്ഞ പോലെ ഒരു 20 സിറ്റിംഗ് വരെ അല്ലെങ്കിൽ ഒരു 20 സന്ദർശനം വരെ ഈ മെഷീനുമായിട്ടുള്ള ഒരു 20 വട്ടത്തെ സമ്പർക്കം കൊണ്ടൊക്കെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്നാണ്. നമുക്ക് അതും ഞാനത് നോക്കിയിട്ടുണ്ട്. 7ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ രോഗി വ്യത്യാസം പറയാം. അതെ അല്ലേ, നമ്മൾ ഒരു മെഡിസിനും കൊടുക്കില്ല. പലപ്പോഴും രോഗിയെ സംശയിക്കും ഇത്രയും വേദന ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഏത് കടയിൽ പോയാലും ഇപ്പം ആന്റിബയോട്ടിക്കിന് പ്രിസ്ക്രിപ്ഷൻ വേണം നിർബന്ധമായി. വേദനയുടെ മെഡിസിൻ ഇപ്പോഴും നമുക്ക് ഏത് കടയിൽ പോയി ചോദിച്ചു. നിങ്ങളിവിടെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു മെഡിസിൻ കൊടുത്ത് നമുക്ക് ഈ മെഷീൻ്റെ ആ എഫക്റ്റ് അവരെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല, നമുക്കത് മോണിറ്റർ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു മെഡിസിനും കൊടുക്കാറില്ല. എനിക്ക് എൻ്റെ ഇവിടുത്തെ ഈ മെഷീനിലും ഫിസിയോതെറാപ്പിസ്റ്റിലാണ് മാക്സിമം വിശ്വാസം. ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ട് സ്ഥിരം പറയുന്നതാണ്. അവർ ഓരോ കേസ് വരുമ്പോൾ റിവ്യൂ വിളിക്കും, അവർ ചോദിക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ അപ്പോൾ കാര്യം സമ്മപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ എനിക്കറിയാം, എനിക്ക് അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് പോകുന്നത് അറിയാം. ഒരു 7ാമത്തെ 8ാമത്തെ ദിവസം ആകുമ്പോൾ പേഷ്യൻ്റിൻ്റെ വ്യത്യാസം പറഞ്ഞു തുടങ്ങും. പിന്നെ അതൊരു ഗ്രേഡഡ് മൂവ്മെൻ്റ് ആയിരിക്കും. ആ സമയത്ത് പോലും നമ്മൾ വേദനയുടെ മെഡിസിൻ കഴിവതും ഞാൻ ഒഴിവാക്കി ഒത്തിരി കഴിച്ചാണ്. ഒത്തിരി കഴിച്ച് പാരലൈസ് ബ്ലഡ് ലെവൽസ് ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിന്റെ സൈഡ് എഫക്ട്സ് വേറെ. സത്യസന്ധമായി പറയട്ടെ, ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇത്രയേറെ ഗുളികകൾ ഒഴിവാക്കി അല്ലെങ്കിൽ മരുന്നുകൾ ഒഴിവാക്കി ഇത്രയും സർജറി ഇല്ലാതെ വേദന തികച്ചുമില്ലാണ്ട് വളരെയേറെ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനൊരു സംഗതി ചെയ്യുക എന്ന് പറയുന്നത്, വീണ്ടും പറയുന്നു, ഇതൊരു വലിയ സോഷ്യൽ സർവീസ് കൂടിയാണ്. ദയവ് ചെയ്തിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം പറയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുമല്ലോ, അപ്പോൾ എനിക്കും കൂടെ പറയണമല്ലോ. എന്നെ ഇഷ്ടപ്പെടുന്നവരല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആയുർവേദത്തിൽ പോയിട്ട് ഉഴിച്ചിൽ നടത്തുക, തടവൽ നടത്തുക, നടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% ഫലം തരില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 2 ആഴ്ചയിലേക്കൊക്കെ ചിലപ്പോൾ ശരിയാക്കി എന്ന് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തൽക്കാലത്തേക്ക് ഇതിനൊരു ശതമാനം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ സർജറി ഇല്ലാതെ ചെറിയ തുകയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ് എന്നതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് പലയിടത്ത് പോയി നിങ്ങളുടെ ആ സമയം കളയാതെ പണം കളയാതെ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ വന്നാൽ നന്നാവും. ഇനി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ താങ്കൾക്ക്, അപ്പോൾ താങ്കൾക്ക് ഇവരോട് എന്താണ് പറയാനുള്ളത്? ഈ നടുവേദനയുടെ കഴുത്തുവേദനയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യർ കാണും, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് എല്ലാവരുമായിട്ട് പറയാനുള്ളത്, നമ്മൾ എല്ലാ അവയവങ്ങളെയും വളരെ ശ്രദ്ധയോടെ നോക്കും. നമ്മുടെ ഹാർട്ട്, ലങ്സ്,
ഈവൻ സ്കിന്ന്, അതെ. കണ്ണ്, നമ്മുടെ പിറകിലൊരു വലിയൊരാളുണ്ടെന്ന് ആദ്യം പലപ്പോഴും മറക്കുകയാണ്, നട്ടെല്ല്. അതെ അതെ. നട്ടെല്ലിനെ ശരിക്കും സംരക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ പ്രോബ്ലങ്ങളിലേക്ക് പോകും. അതായത് സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏൽക്കാൻ പറ്റുന്നൊരു സമ്മർദ്ദ ലെവലാണ്. കറക്റ്റ്. ഏത് ഒരു അവയവത്തിന് അതിനെ ഏൽക്കാൻ പറ്റുന്നൊരു സമ്മർദ്ദമുണ്ട്. നമ്മളിപ്പോൾ പല കുട്ടികളും മറ്റേ ഈ ടി വിയിൽ കണ്ടിപ്പോൾ സ്പോർട്സ് ചാനലൊക്കെ കാണുമ്പോൾ അതിനകത്ത് അതൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ബൈക്കേ വ്യത്യാസമാണ്. അവരൊരിക്കലും അവര് ബട്ടക്സ് ആ സീറ്റിലേക്ക് അമരുന്നില്ല. അറിയാം, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അതേ ഇത് കണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരെ സ്പീഡിലും വളരെ പബ്ലിക് ചാടിയൊക്കെ മാറുമ്പോൾ ഈ എത്ര ശക്തി ദൈവം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള കുഷനിങ് എഫക്റ്റാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. ആ ഡിസ്കിന് ക്ഷതം സംഭവിക്കാം എന്നുള്ളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ വെയിറ്റ്, നമ്മുടെ ഭാരം കൂടിക്കഴിഞ്ഞാലും അത് നട്ടലിലേക്കുള്ള സ്ട്രെയിൻ കൂട്ടാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ഷതങ്ങൾ, ഞാൻ ഇവിടെ വരുമ്പോഴും എല്ലാ രോഗികളും ചോദിക്കുന്നു കുട്ടിക്കാലം നിങ്ങൾ എവിടെയും വീണിട്ടുണ്ടോ. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഏതിനാ പോസിറ്റീവ് കിട്ടുന്നത്. ആ കുട്ടിക്കാലത്തുണ്ടാകുന്ന ക്ഷതം പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പഴയ ആളുകൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് വീഴുന്നത്. പക്ഷെ അത് എന്തോ ഒരു എഫക്റ്റ് അതിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശാസ്ത്രീയമായിട്ടൊന്നും അധികം തെളിയിച്ചില്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലുണ്ടാവുന്ന നമ്മൾ അന്ന് ശ്രദ്ധിക്കാത്ത ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ബാക്കി എല്ലാ ഇഞ്ചുറി ശ്രദ്ധിക്കും, ഫ്രാക്ചർ ശ്രദ്ധിക്കും, ബാക്കിനെ പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. അത് പിന്നെ നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസും ഡിജനറേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്താണ് ഇത് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏത് അപകടം ഉണ്ടാകുമ്പോഴും ഒരു ബാക്കിനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മറ്റേതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നട്ടെല്ല് എന്നുള്ളത് ഈ പറഞ്ഞ നമ്മളെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ചേച്ചി കുറച്ചു നേരമായിട്ട് നമ്മുടെ ഈ സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കണം. എന്തിനാണോ ചേച്ചിയുടെ ചികിത്സ നടക്കുന്നത്? നടുവേദനയ്ക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ 3-4 ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഓൾറെഡി നല്ല വേദനയിലാണ് വന്ന് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ 7 ദിവസത്തിന് മുമ്പ് തന്നെ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചിക്ക് വേദനയുണ്ടോ ഈ 3 വട്ടം ചെയ്തതിൽ? വേദന തീരെ ഇല്ല എന്നുള്ള അത് ആദ്യം പേടിയതായിരുന്നു, വേദന ഉണ്ടോ എന്നുള്ളത്. ഞാൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് 100% അശ്വരം ഒരു വേദനയില്ല. ഞാൻ പറയും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല, സർജറി ചെയ്യുന്നില്ല, എല്ലാവരുടെയും കിടന്ന് ഉറങ്ങാം. ഇപ്പൊ ഫിറോസ് ആദ്യം പറഞ്ഞില്ല ഉറങ്ങാന്ന് പറഞ്ഞില്ല, അതേപോലെ കിടന്ന് ഉറങ്ങാം, കംഫർട്ടബിളായിട്ട് തന്നെ ഉറങ്ങാം. ഫുൾ ടൈം മോണിറ്റേർഡ് ആണ്, ഡോക്ടേഴ്സ് കാണും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡോക്ടേഴ്സ് നേരിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടറുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഫോളോ അപ്പ് ഡോക്ടർ നോക്കുന്നു, മറ്റ് ഓരോ ഡോക്ടേഴ്സും കൃത്യമായിട്ട് ഇടപെടുന്നു. ഓരോ ഡോക്ടറും അവര് കാണുന്ന എല്ലാ കേസിനും അവര് ക്രമമായി ചിട്ടയായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരു ഡോക്ടറെ അസാന്നിധ്യത്തിൽ മറ്റേ ഡോക്ടറും അതേ കേസെല്ലാം നോക്കുന്നുണ്ട്. ഒരു രോഗി പോലും ഒരു സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും പ്രയോറിറ്റി. എല്ലാവരും ഒരേപോലെ. ഒരുപാട് ഇഷ്ടം ഡോക്ടറെ ഇത്രയും നേരം സംസാരിച്ചതിന്. അവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. നിങ്ങളുടെ ചികിത്സ നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം മനസ്സിലാക്കാനായതുണ്ടല്ലോ, പ്രിവെൻഷൻ എന്നത് അവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് നടുവേദന, കഴുത്തുവേദന എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചൊരു ഇന്ന പ്രായത്തിൽ വരുന്നത് എന്നൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വന്നാൽ മറ്റൊരിടത്ത് പോയി അനാവശ്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ളതല്ലാത്ത ഇതിനകത്ത് 100% നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിയാക്കി കിട്ടും എന്ന ഉറപ്പില്ലാത്തൊരിടത്ത് പോകുന്നതിനേക്കാൾ നല്ലതാണ് 85% മുകളിൽ ക്യൂർ റേറ്റുള്ള ഒരിടത്ത് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അത് ഗുണകരമാവുകയുള്ളൂ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും അത് ഗുണകരമാവുകയുള്ളൂ. ട്രൈ ഔട്ട് ചെയ്യൂ. ഞാൻ വെറുതെ പറയില്ല, ഞാൻ അത്രയും വിശ്വാസം ഉണ്ടെങ്കിലേ പറയുള്ളൂ. കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഈ ഒരു ചികിത്സാ രീതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഇപ്പോഴും ഇതിൽ വെറ്ററൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ദ ബെസ്റ്റാണ്. വന്നു നോക്കൂ, ഉറപ്പായിട്ടും അത് പൂർണ്ണമായി മാറും.